ബെന്നി ജോസഫ് ബന്ധു മാത്രമല്ല DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, കണ്ണൂരിലെ മുതിർന്ന നേതാവാണ് എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസ്. കാരണം അദ്ദേഹത്തിന് ബെന്നി തോമസ് അവിടെ പിന്നെ എന്താണ് ഈ പോസ്റ്റിന് പറ്റിയ ആളാണ്, അതുകൊണ്ട് പാർട്ടി നിയമിച്ചതാണ് എന്നാണല്ലോ പറയുന്നത്. ഈ കോൺഗ്രസ് കുറേ നാളുകളായിട്ട് ഈ സ്കൂൾ കാലം തുടങ്ങി SFIയിൽ കൂടെ വന്ന് DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA ആയ അതിനുശേഷം മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ വിളിക്കുന്നത് മരുമോൻ മന്ത്രി എന്നാണ്. അങ്ങനെയാണല്ലോ. ആന്തൂർ നഗരസഭയുടെ ചെയർമാനായി കണ്ണൂരിലെ ഏറ്റവും വലിയ പിന്നെ വനിതാ നേതാവായ PK ശ്യാമളനെ വിളിക്കുന്നത് പിന്നെ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ എന്നാണ്. അപ്പം ഇതിന് രണ്ടിനും ന്യായീകരണമില്ല കേട്ടോ. ഇത് രണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ആൾക്കാരെ പല സ്ഥലങ്ങളിലും പോസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് വരിക. അപ്പം നിലപാട് എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അതിനെ അന്നേരം മാത്രമേ ഊന്നി പറയേണ്ട കാര്യമുള്ളൂ. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ? അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഹണിമൂൺ പീരീഡ് അല്ലേ എന്ന് പറയുകയാണ്. അപ്പം ആരോ ഡിബേറ്റ് പറയുന്നുണ്ടായിരുന്നു, മാധുവിൻ്റെ ഡിബേറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇന്നലെ അരുൺകുമാറാണെന്ന് തോന്നുന്നുണ്ട്. അരുൺകുമാർ പറയുന്നുണ്ട് ഹണിമൂണിന് അളിയനെയും കൂട്ടി പോകുന്ന ആൾക്കാരെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പം സിനിമ കണ്ടിട്ടില്ല അവരാരും. മിഥുനം അതെ അപ്പം കണ്ടിട്ടില്ലെന്ന്. അപ്പം ഈ ബൈബിളിലൊരു വാക്കുണ്ട്, എന്താ പറയണ്ടേ, നിന്നെ അളക്കുന്ന കോല് കൊണ്ടായിരിക്കും നിന്നെ അളക്കുക, നീ അളക്കുന്ന കോല് കൊണ്ടായിരിക്കും നിന്നെ അളക്കുക, നീ വിധിക്കുന്ന വാക്കുകൾ കൊണ്ടായിരിക്കും നിന്നെയും വിധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് സണ്ണി ജോസഫ് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ എന്തിനു മേലെയായിരുന്നെന്ന് അറിയോ? അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ ശ്രീമതി ടീച്ചറിൻ്റെ മരുമകൾ അടുക്കളയിൽ ജോലിക്കാരിയായി കയറിയതാണ്. അടുക്കളയിൽ അതായിരുന്നല്ലോ ആദ്യത്തെ ബന്ധു നിയമനം പ്രശ്നം ഉണ്ടാക്കിയത് ഇതായിരുന്നു. അടുക്കളയിൽ പോലും ജോലിക്കാരെ ബന്ധു നിയമനമായി, നിയമസഭയിൽ പ്രശ്നമായി, വലിയ വിവാദമായി, അതിനേക്കാളും അപ്പുറത്തേക്ക് പോയി. ലാസ്റ്റ് ആ അടുക്കളയിൽ ജോലിക്കാരി രാജിവെക്കേണ്ടി വന്നു. പേഴ്സണൽ സെക്രട്ടറി അല്ലേ, പ്രൈവറ്റ് സെക്രട്ടറി പോസ്റ്റിലല്ല, അടുക്കളയിലാണ്. അത് ആദ്യത്തെ മന്ത്രിസഭയിൽ ആദ്യത്തെ വർഷത്തിൽ തന്നെ വന്നു എന്നുള്ളതാണ്. അവിടെ ഹണിമൂൺ പീരീഡ് ഒന്നും ആരും നോക്കിയിട്ടില്ല കേട്ടോ. അടുക്കളയിൽ പോലും നിയമനം കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് സമ്മതിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന PK സുധീറിനെ പിന്നെ ജയരാജൻ്റെ വകുപ്പിലല്ല, PK ശ്രീമതിൻ്റെ മകനാണ്, അത് വേറെ വകുപ്പിലാണ്, ജയരാജൻ്റെ വകുപ്പിലാണ്. അപ്പോൾ ബന്ധുവാണ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, വലിയ പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ KT ജലീലിൻ്റെ ബന്ധുവിനെ 2018 വെച്ചു, ലീഗ് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി, നിയമസഭയിലുണ്ടാക്കി, മലപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ജലീലിന് പറ്റിയില്ല, വലിയ പ്രശ്നം ഉണ്ടാക്കി. രാജിവെച്ചത് മാത്രമല്ല, ഹൈക്കോടതിയിൽ പോയി, പിന്നെ അത് പിന്നെ നമ്മുടെ സുപ്രീം കോടതി പോയി. അപ്പോൾ അത് വലിയ രീതിയിൽ കോടതി ഇടപെട്ടു. ലാസ്റ്റ് മന്ത്രിസ്ഥാനം പോയി. 2 മന്ത്രിസ്ഥാനമാണ് EP ജയരാജൻ, CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. KT ജലീലും 2 മന്ത്രിമാർ രാജിവെച്ചു. കുറേ നാളുകൾ നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു ഈ കേസിൻ്റെ മേലെ. ഇതിനെ വളരെ കൂളായിട്ടാണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കോൺഗ്രസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് തീരുമാനിക്കുന്ന കുറേ സംവിധാനങ്ങൾ, ഞാൻ കുറേ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഇപ്പം കേരളത്തിലെ മന്ത്രിമാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയായിരുന്നു നോക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി 2ാമത്തെ നമ്പറായി ഉപയോഗിക്കുന്നത് ബെൻസ് കാറാണ്. അപ്പോൾ പറയുന്നത് എന്താണ്, അത് അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ്. ശരി, ഞാനില്ല പറയുന്നില്ല. പ്രധാനപ്പെട്ട MLA മാരും മന്ത്രിമാരൊക്കെ അവരവരുടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ കേരള സ്റ്റേറ്റിൻ്റെ ബോർഡ് വെച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ പറയുന്നത് എന്താ, അത് അവരുടെ വാഹനമാണ്, അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു CPM നേതാവോ LDF നേതാവോ ഒരു കാറിന് മേലെ, ഒരു ബെൻസ് കാറിന് മേലെ 2ാം നമ്പറോ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചാൽ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? കേരളത്തിലെ എന്താ അവസ്ഥയായിരിക്കും? അദ്ദേഹം സ്വന്തമായിട്ടുണ്ട്. കാരണം അത് പറയുന്നത് കോരൻ്റെ മകനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പാടില്ല. ബാക്കിയുള്ളവർ എന്ന് പറയുന്നത് എന്താ, കാരണം CPM-ഉം ഇടതുപക്ഷവും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ കേരളത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊരു ഇഞ്ച് അങ്ങോട്ട് പോയി. ഇന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നറിയോ? ഇന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവായ തിരഞ്ഞെടുത്തയാൾ CPM ഐഫോൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. ആപ്പിൾ വാച്ചും ഐഫോണും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. PK ബിജു നാഷണൽ പ്രസിഡന്റും ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന SFIൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ, ഈ 2 കാര്യം ഐഫോണും ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾ ഇന്ന്
മമതാ ബാനർജിയുടെ പാർട്ടി പോയി അതിനെ പിളർത്തി ഇന്ന് ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ്. 58 MLA-മാരുടെ ഭൂരിപക്ഷം സപ്പോർട്ടോടുകൂടി ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് CPM കൂടെ കണ്ടുപഠിച്ചാൽ നല്ലതായിരിക്കും. CPM എടുക്കുന്ന നിലപാടുകൾ ഇന്നത്തെ കാലത്ത്, കാരണം ഇന്നത്തെ സംഭവിക്കുന്ന പ്രശ്നം എന്നറിയോ, ഇന്ന് ഇടതുപക്ഷം സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സാഹചര്യങ്ങളെയും ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ ഒരു സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് എല്ലാ സാഹചര്യവും ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി അപ്പുറം നിൽക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ട ഒരന്വേഷണം നിങ്ങൾക്കെതിരെ വരില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്നത് പാർട്ടി വെക്കുമ്പോൾ ജനങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്? അതിപ്പം കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും പാർട്ടി എന്ന് പറയുന്ന ആരാ? ജനങ്ങളാണ്. ജനങ്ങളുടെ സാഹചര്യങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മാത്രമാണ് ആ മാറ്റങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് സെക്കൻഡ് വെച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം CJP എന്ന് പറയുന്ന പാർട്ടി ഒരു ദിവസം കൊണ്ടുണ്ടാകുകയാണ്. ഒരു പിന്നെ ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ 3 വാക്കുകളിൽ നിന്നും ഒരു പാർട്ടി ഉണ്ടാകുകയാണ്. CJP എന്ന് പറഞ്ഞ പാർട്ടി സോഷ്യൽ മീഡിയ ഉണ്ടാകുന്നു. 23 മില്യൺ എന്ന് പറഞ്ഞാൽ 2,30,00,000 ലക്ഷം ആൾക്കാർ ഒരു ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ട് പാർട്ടിയാകുന്നു. ആ പാർട്ടിക്ക് ഒരു ബോർഡ് വരുന്നു, ആ പാർട്ടിക്ക് വക്താക്കൾ വരുന്നു, വക്താക്കൾ പത്രസമ്മേളനം നടക്കുന്നു, വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ആ പാർട്ടിയുടെ അധ്യക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലില്ല, വിദേശത്ത് നിൽക്കുകയാണ്. അപ്പം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് വെച്ച് ഡിസിഷൻ എടുത്ത് പോവാണ്. അപ്പം നമ്മളീ പറയുമല്ലോ, ഇപ്പം ഈ CPM നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഈ ലാത്തി കൊണ്ട് അടിച്ചതായിരുന്നു, രക്ഷാപ്രവർത്തനമായിരുന്നല്ലോ. രക്ഷാപ്രവർത്തനത്തിന് മേലെ CPM നേരിട്ട വിഷയം എത്രയാണ്? കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിനകത്ത് CPM നേരിട്ട വിഷയം എത്രയാണ്? അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ സെക്കൻഡ് കൊണ്ടാണ് ജനങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്, സെക്കൻഡ് കൊണ്ടാണ്. കാരണം അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കഥകളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വാക്കുകൾ ഇന്നലെ മാധുവിനോട് ഏതോ ഒരു സംവിധാനത്തിൽ ഞാൻ കേട്ടതാണ്. മാധു പറയുന്നുണ്ട്, ഈ എന്താണ് എല്ലാ ദിവസവും പത്രം വായിക്കുമോ എന്നങ്ങോട്ട് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും പത്രം വായിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഹെഡ്ലൈൻ വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്ന പത്രത്തിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഹെഡ്ലൈൻ വായിച്ച കാര്യം നമുക്ക് മനസ്സിലാവും. മലയാളി അങ്ങനെയാണെന്നേ. മലയാളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മലയാളിക്ക് നല്ല ബോധ്യമുണ്ട്, എല്ലാ കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി പിടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു തുടങ്ങുമ്പോഴേ ബന്ധു നിയമനം എന്താണെന്ന് ചോദിച്ചാൽ അളിയനെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയെന്ന് വെച്ചാൽ വേറെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. അതിന് നിങ്ങൾ ഭരണഘടനയും അത് നിങ്ങൾ കോടതിയിലെ ഉത്തരവുകളും അങ്ങനെ നിയമിക്കുന്നതിൽ പ്രശ്നമില്ല, ഞങ്ങളുടെ നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബന്ധു നിയമനമാണ്. അതിപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, DCC പ്രസിഡന്റ് ആയാലും DCC വൈസ് പ്രസിഡന്റ് ആയാലും ഒക്കെ കണക്ക് തന്നെയാണ്. അതാണല്ലോ CPM അനുഭവിച്ചത്. അതാണ് ഈ ME ഗോവിന്ദൻ്റെ ഭാര്യനെ MLA ആക്കി കഴിഞ്ഞപ്പോൾ MLA സ്ഥാനത്തേക്ക് മത്സരിച്ച് കഴിയുമ്പോൾ കേരളം കേട്ട പഴി എന്ന് പറയുന്നത്, CPM കേട്ട പഴി എന്ന് പറയുന്നത് അതാണ് അല്ലേ? അപ്പോൾ ഇത് ഞങ്ങളുടെ നേരത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് അത് എഴുതി കിട്ടി എന്നുള്ള നീതിയിലേക്ക് കാണാൻ കഴിയില്ല. ജനം നിരാകരിക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങൾ ഇത് നമ്മൾ നിയമസഭയിൽ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ അത് ഉന്നയിച്ചിരുന്നു, പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരു അംഗം ഉന്നയിച്ചു, ആ ഉന്നയിച്ച അംഗത്തിൽ നിന്ന് ബാക്കി എല്ലാത്തിനും മറുപടി പറയും, ഇതിന് മറുപടി പറയാതെയും പോയിട്ടുണ്ടെങ്കിൽ അത് പോകുന്നത് പ്രത്യേകിച്ച് ഒരു MLA മാത്രമല്ല കേട്ടോ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, KPCCൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ അധ്യക്ഷൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ പാർട്ടി നിശ്ചയിച്ച ഒരാൾ സ്വന്തം വകുപ്പിലോ ആലോചിക്കണ്ടേ? അങ്ങനെ നിശ്ചയിക്കാൻ പാടുമോ എന്നുള്ളത് വേണ്ട. വേറെ ഏതെങ്കിലും വകുപ്പിൽ ഇപ്പം ഇവർ ഉദാഹരണമായിട്ട് പല ആൾക്കാരും പറയുന്നത് ആ വകുപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിൽ കൊടുത്തുകൂടെ? അങ്ങനെ വേണ്ട. ആ കുടുംബത്തിൽ ഒരാളുണ്ട്, ആ കുടുംബത്തിൽ മന്ത്രിയായ ഒരാളുണ്ടെന്നേ അത് മനസ്സിലാക്കുക. പിന്നെ CPM അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. CPM അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, CPM മന്ത്രിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം നേരത്തെ സുനിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നികുതി കുറയ്ക്കും, നിങ്ങൾ ഡീസലിൻ്റെ വില കൂട്ടുന്നതിനനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ ലാഭം എന്തിനാണ് സർക്കാർ എടുക്കുന്നത്, ആ സമയത്ത് കുറയ്ക്കണം എന്നായിരുന്നു പ്രതിപക്ഷത്ത് VD സതീശനും മന്ത്രിമാർ 2021 സൈക്കിൾ യാത്ര നടത്തി. നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടി വന്നപ്പോൾ പറയുന്നത് എന്താണ്, നികുതി കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്രത്തിനെതിരെയുള്ള സമരം, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 10 രൂപയെങ്കിലും കുറയ്ക്കണം എന്നാണ് പറയുന്നത്. BJPൻ്റെ നേതാവ് വരെ പറയുന്നത് കേരള സ്റ്റേറ്റ് 10 രൂപയെങ്കിലും കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇത് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും വലിയ മണ്ടത്തരം ചെയ്യണോ എന്ന് ചോദിക്കാം. നിങ്ങളാണല്ലോ ടാക്സ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ. ആ ടാക്സ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ആ ടാക്സ് കുറയ്ക്കുന്നത് മണ്ടത്തരമാണെന്ന് പറയുന്ന നിങ്ങൾ ഞങ്ങളോട് ആ മണ്ടത്തരം ചെയ്യണം എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ടാക്സ് കുറയ്ക്കില്ല എന്നർത്ഥം. അതിനല്ല മറുപടി. അപ്പോൾ മറുപടി എന്താ പറയേണ്ടത്? ഞാൻ മറുപടി ഇങ്ങനെ പറഞ്ഞാൽ മതി, ടാക്സ് കുറയ്ക്കേണ്ടതാണ് കേരളത്തിൽ, അത് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് പറയുന്നത് ടാക്സ് കുറയ്ക്കേണ്ടതാണ്, കുറയ്ക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നടപടിയെടുക്കും, ഞങ്ങൾ ഇത്ര ദിവസം ക്ലാരിറ്റിയോട് മറുപടി പറഞ്ഞാൽ അത് മനസ്സിലാവും ജനങ്ങൾക്ക്. അതാണ് ഞാൻ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്ന സംവിധാനം CPMൻ്റെ അടുത്ത് നഷ്ടപ്പെടുന്നുണ്ട്.
കോൺഗ്രസിൻ്റെ അടുത്ത് കൂടുതൽ കിട്ടി. ഈ വി ഡി സതീശനെ ഞാൻ എന്നും കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെന്നുള്ള കാര്യം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പറ്റും എന്നുള്ളതാണ്. അവിടെ നാടകം കളിച്ചാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അവിടെ ചെറിയ നാടകം കളിച്ചാൽ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ എന്താണോ പറഞ്ഞത് എന്ന് നിങ്ങളെ മനസ്സിലായപ്പാ. അത് മനസ്സിലായി. നിങ്ങൾ അത് പറഞ്ഞോളൂ. അതിന് അവസാനം ഇങ്ങനെയല്ല ക്ലോസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ നടപടി ഇങ്ങനെ അവസാനിക്കുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങളതിന് നടപടി സ്വീകരിക്കേണ്ടത് ഞങ്ങൾ ബഡ്ജറ്റ് വരികയാണല്ലോ എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറയും വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൈ കൊണ്ടും ആംഗ്യം കൊണ്ടും കാണിക്കുമ്പോൾ നിയമമില്ല. കേരളത്തിൽ മോഡിഫിക്കേഷൻ നടത്താൻ നിയമമുണ്ടോ? പക്ഷേ ജനങ്ങൾ വിശ്വസിച്ചു. എവിടെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ കാരണം നിയമമില്ല എന്നുള്ളതും സുപ്രീം കോടതി വിധിയുണ്ടെന്നുള്ളതും ഈ പറയുന്ന ഒരു വാഹനത്തിൽ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബർ ഇവിടേക്ക് അങ്ങോട്ട് പോവുകയാണ്. എവിടേക്ക് നേപ്പാളിലേക്ക് പോവുകയാണ് വാഹനം ഓടിച്ച്. അപ്പം വാഹനം ഓടിച്ച് നേപ്പാൾ അപ്പോൾ അതിൻ്റെ ഒരു ഇന്നോവ ക്രിസ്റ്റയിൽ മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അവർ പറയുന്നത് തന്നെ അപ്പം ഇങ്ങനെ ഫുൾ കൂളിംഗ് ഒട്ടിച്ച് വണ്ടിയിൽ മുഴുവൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപകടകരമല്ലാത്ത എല്ലാ മോഡിഫിക്കേഷനും നടത്താം എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് പോവാം, പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷെ നിയമമില്ല. അപ്പോൾ അത് പുള്ളിക്ക് ആംഗ്യ ഭാഷയിൽ കൂടി മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ആംഗ്യ ഭാഷയിൽ കൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇല്ലേ? അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഈ ബന്ധു നിയമനങ്ങൾ ഇപ്പം ഇത് മാത്രമല്ല കേട്ടോ. ഞാൻ ഇപ്പം നേരത്തെ ഇന്ന് VS ജോയി ആണെന്ന് തോന്നുന്നുണ്ട് നിയമസഭയിൽ പറഞ്ഞത് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത്. ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ എത്ര വാർത്ത വരുന്നുണ്ടെന്ന് ഒരു ദിവസം എന്താണ് വാർത്ത വരുന്നത്? സ്കൂൾ തുറക്കുന്ന മാസമാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനായിട്ടെ ഏത് ആൾക്കാരായിക്കോട്ടെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്താ പ്രശ്നം? തലങ്ങും വിലങ്ങും ട്രാൻസ്ഫറാണ്. ഈ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ രണ്ട് കാര്യങ്ങളാണ്. ഈ ഇപ്പോഴത്തെ സ്കൂളിൻ്റെ ഒരു സിസ്റ്റം വെച്ചിട്ട് നല്ലൊരു സ്കൂളിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ തലേ മാസം പോയി ചോദിച്ചാൽ സീറ്റ് കിട്ടത്തില്ല. ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടത്തില്ല. 1 മാസമോ 6 മാസം 8 മാസം ഇപ്പം പ്രധാനപ്പെട്ട ഈ സ്കൂളുകളിലൊക്കെ 8 മാസം മുന്നേ 9 മാസം മുന്നേയും പോയി അപ്പോയിൻമെൻറ്റ് ചെയ്ത് സ്കൂളിൽ സീറ്റ് ചോദിച്ചാൽ മാത്രമേ സ്കൂളിൽ സീറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ സെക്കൻഡ് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാണ്. ഭാര്യേനെ അങ്ങോട്ടും ഭർത്താവിനെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാണ്. ഈ കുട്ടികളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ നോക്കുന്നത് എന്താ? രാഷ്ട്രീയമാണ് നോക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ 5 വർഷം ഭരിച്ചില്ലേ, 10 വർഷം ഭരിച്ചു. ഈ പറയുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും രാഷ്ട്രീയമുണ്ടോ? അവരെ രാഷ്ട്രീയം അച്ഛൻ കോൺഗ്രസും അമ്മ CPM ആണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മ CPM അച്ഛൻ കോൺഗ്രസ് ആണെന്ന് വിചാരിച്ചിട്ടല്ലോ അവർ പഠിച്ചിട്ട് വളരുന്നത്. നിങ്ങൾ മാറ്റുന്നത് അവരുടെ ജീവിതം കൂടിയാണ്. എടുത്ത ഒറ്റയേറാണ് 80 കിലോമീറ്റർ അപ്പുറം 100 കിലോമീറ്റർ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു സ്കൂളും ഇല്ല, കുട്ടികളും ഇല്ല. എന്താ ചെയ്യാൻ പറ്റുക? ലീവ് കൊടുത്താൽ ലീവ് കൊടുക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താ? വില്ലേജ് ഓഫീസറുകൾ ട്രാൻസ്ഫർ നടക്കുകയാണ്. വില്ലേജ് ഓഫീസർ ട്രാൻസ്ഫർ പല രേഖകളും ഈ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ രേഖകൾ ആവശ്യം വരുന്നത്. പല രേഖകൾ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം 7 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്താൽ 7ാം ദിവസം അവിടെ പോയി ജോയിൻ ചെയ്യണം. മാക്സിമം കിട്ടുന്ന 7 ദിവസമാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പല ഓഫീസുകളിലും എത്ര 2500 സ്റ്റാഫുകളെയാണ് ഈ പറയുന്ന 15 ദിവസം. നമ്മൾ ഈ ഹണിമൂൺ പീരീഡ് നിങ്ങൾ പറഞ്ഞ സമയമാണ്. ഹണിമൂൺ പീരീഡിലൂടെ 2500 ആൾക്കാരെയാണ് ഈ ബോട്ടം ലെവലിൽ താഴേക്കടയിൽ ട്രാൻസ്ഫർ ചെയ്തത്. രാഷ്ട്രീയപരമായ കേസുകളിൽ അന്വേഷണം അടക്കം പ്രഖ്യാപിച്ച ഹണിമൂൺ പീരീഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് സാധാരണ ട്രാൻസ്ഫർ കഴിഞ്ഞ 10 വർഷക്കാലം സമയമുണ്ട് മാധു. ഞാൻ അതിനെ ന്യായീകരിക്കാനില്ല. ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരൊക്കെ ചെയ്യും. പക്ഷേ ഈ VD സതീശ സർക്കാരിൽ നിന്ന് ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഞങ്ങൾ പറഞ്ഞ പ്രവൃത്തിയും വാക്കും തമ്മിൽ രണ്ടാണ് എന്നുള്ളതാണ്. ഇടതുപക്ഷം വന്നാൽ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയാനില്ല, ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും UDF അധികാരത്തിൽ വന്ന ശേഷം 1 മാസമായി കേട്ടോണ്ടിരിക്കുന്നവരോ ഇത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം മേടിച്ചിട്ടല്ല അധികാരത്തിൽ വന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഈ പറയുന്ന ആലപ്പുഴയിലൊക്കെ പറഞ്ഞെന്താ ഇവിടെ കോൺഗ്രസിൻ്റെ CPMൻ്റെ അണികളുടെ വോട്ടുകൾ കിട്ടിയെന്ന് പറയും. എന്തുകൊണ്ടാണ് കിട്ടിയത്? ഇതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ നമ്മൾ ഇതിങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ DCCൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങൾക്ക് 3 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, ഞങ്ങളുടെ വലിയ നേതാവാണ്. അതുകൊണ്ട് അളിയനും കൂടി ആയതുകൊണ്ട് അളിയൻ്റെ സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ, കാര്യങ്ങളൊക്കെ വെടിപ്പായി നടത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. Meet the editors.